നമ്മൾ ഹെദീരം ബീച്ച് മുതൽ വാടാനപ്പള്ളി ബീച്ച് വരെയുള്ള ബീച്ച് റോഡിൽ കൂടെയുള്ള ഒരു ഡ്രൈവാണ്. ഏതാണ്ട് ഒരു 5 മിനിറ്റിൽ താഴെ. നമ്മൾ സ്നേഹതീരത്തിൽ നിന്ന് പുറപ്പെട്ടു ബീച്ച് റോഡ് വഴിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മളുടെ ഇടത് സൈഡിൻ്റെ കടലാണ്. ഇവിടെ മുതൽ ഈ 5 മിനിറ്റ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. ഈ ഒരു കടലിൻ്റെ തീരത്തോടെ തന്നെയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. സ്നേഹതീരം കഴിഞ്ഞാൽ അല്പം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 500 മീറ്റർ കക്ഷി നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് തമ്പാൻ കടവ് ബീച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറപ്പ ബീച്ച് എന്നും അതിന് പേരുണ്ട്. വാഹനമെല്ലാം അവിടെ പാർക്ക് ചെയ്ത് വൃക്ഷങ്ങളുടെ താഴേക്ക് ഇരുന്ന് ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയൊരു ബീച്ചാണത്. ഈ വഴി പോകുന്നവരെല്ലാം തിരക്കില്ലാത്ത സമയത്തൊക്കെ അവിടെ ഇരുന്ന് വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നൊരു സ്ഥലമാണ്. വളരെ ഭംഗിയേറിയ ഒരു ബീച്ചാണിത്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ 2 സൈഡും തെങ്ങിൻ തോപ്പുകളൊക്കെ ആയിട്ട് കാണാനായിട്ട് വളരെയധികം മനോഹരമായ വഴിയാണത്. നമ്മൾ പോകുന്നതും പൂർണ്ണമായും ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടി ആയതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ കാണിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനൊരു സ്ഥലമുള്ളത് പലർക്കും അറിയില്ല. ഇങ്ങനൊരു ഡ്രൈവ് മാതിരി ഇങ്ങനൊരു ബീച്ചുള്ളത്. നമ്മൾ തമ്പാൻകടവ് ബീച്ചിനടുത്തെത്തി. സ്നേഹത്തിൽ നിന്ന് അല്പം ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ എത്തുന്നതാണിത്. ഈ ഒരു ചെറിയൊരു ഇടുങ്ങിയ പാലം നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇടതുവശത്ത് കാണുന്നതാണ് തമ്പാൻകടവ് ബീച്ച് അഥവാ അറപ്പ ബീച്ച് എന്നുള്ളത്. ഈ അറപ്പ ബീച്ചിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ചാനൽ കാണുക. അറപ്പ ബീച്ചും കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ്. ഇതാണ് ആ മനോഹരമായ കാഴ്ച. ഇവിടെ മുതൽ നമ്മൾ ഇനി ഒരു 4 മിനിറ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഈ കടൽ തീരത്തെ കൂടെ തന്നെയാണ്. ഇഷ്ടം പോലെ സ്ഥലമാണ്. വാഹനമെല്ലാം പാർക്ക് ചെയ്ത് ഈ മണൽത്തരികളിൽ സുഖമായിട്ട് ഇരിക്കാനും കളിക്കാനും എല്ലാം പറ്റിയ സ്ഥലമാണ്. ശാന്തമായ കടലാണ്, അതുപോലെ തന്നെ വൃത്തിയായ ബീച്ചുമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റോഡ് ട്രിപ്പുകളെല്ലാം ഞാൻ തുടർച്ചയായിട്ട് ഈ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനലിൽ നിങ്ങൾ ഈ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ കൂടെ ഈ വാഹനത്തിൽ യാത്ര ചെയ്ത് ഈ സ്ഥലങ്ങളെല്ലാം കാണുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു സ്ഥലവുമായിട്ട് വീണ്ടും കാണാം. Thank you.